നമ്മൾ പുറത്തുപോയി നിറഞ്ഞപ്പോ തന്നെ അളിയനും ആവണിയും നേരത്തെ ഓഫീസിൽ നിന്ന് എത്തിക്കാണും. അതിലെന്താ ഇത്ര അത്ഭുതപ്പെടാൻ? എന്റെ സംശയം സത്യമാണെങ്കിൽ നമ്മൾ വീട്ടിലില്ലാത്തത് കൊണ്ട് അവര് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ലേറ്റ് ആയിട്ട് വരുന്നെന്ന് അറിയാവുന്നോണ്ട് അവളുടെ ഇഷ്ടത്തിന് പെരുമാറുന്നുണ്ടാവും. ഇങ്ങനെ ദ്വയാർത്ഥം വെച്ച് സംസാരിക്കുന്നതൊന്നും നിർത്ത്. എന്തായാലും നമ്മൾ എത്തിയില്ലേ, നമ്മൾ അകത്തേക്ക് കയറി നമുക്കറിയാലോ. വാ. എല്ലാ ദിവസവും ഇങ്ങനെ സമാധാനമായിട്ട് നിങ്ങളുടെ നെഞ്ചില് തല ചേർത്ത് കിടക്കാൻ തോന്നുന്നു ഏട്ടാ. പക്ഷെ എനിക്ക് അതിനുള്ള ഭാഗ്യമില്ലാതായി പോയി. ഇന്നിനി ആരും ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? I'll call you back. അമ്മേ. നീ എത്തിയിട്ട് എത്ര നേരമായിടാ? ഒരു 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അമ്മേ. അല്ല, രാത്രിയാവും വരാന്ന് പറഞ്ഞില്ലേ, എന്താ നേരത്തെ എത്തിയത്? ഞങ്ങൾ പെട്ടെന്ന് എത്തിയത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഞാനെന്റെ ഓഫീസിലെ കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. അവനിവിടെ ഭക്ഷണം ഉണ്ടാക്കായിരുന്നു. നിങ്ങൾ തിരിച്ചു വരാൻ 10 മണിയാകുമെന്ന് ശ്രീകർ സാറ് പറഞ്ഞുകൊണ്ട് ഡിന്നർ കഴിച്ചിട്ട് വരുമെന്നാ കരുതിയത്. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കായിരുന്നു. നിങ്ങളിപ്പോ എത്തിയില്ലേ, എന്നാ പിന്നെ എല്ലാവർക്കുള്ള ഫുഡ് ഉണ്ടാക്കാല്ലേ? എനിക്കെന്തായാലും അത്രയ്ക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. മതി, ഒന്ന് നിർത്ത്. ഓരോ സെക്കൻഡിലും ഇവരെ രണ്ടുപേരെയും സംശയിക്കാനും നിങ്ങൾക്ക് നേരമുള്ളൂ. ഇവരെ രണ്ടുപേരെയും അങ്ങനെയാക്കുന്നത് നീയാണോ? നിങ്ങൾ ഊഹിച്ച് പറഞ്ഞ പോലെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞാ എന്റെ സ്വഭാവം മാറും. എന്താ ഉണ്ടായി അച്ഛാ? നീ അതൊക്കെ വിടുമോനെ. നാളെ കാർത്തിക മാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും മുരാരിപുരത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോവാ. അവിടെ അഭിഷേകങ്ങളും പൂജകളും ചെയ്തിട്ട് അവിടെ തന്നെ കാർത്തിക ദീപങ്ങളും തെളിയിച്ച് നമുക്ക് ചടങ്ങ് തീർത്ത് വരാം. രാവിലെ തന്നെ എല്ലാവരും റെഡി ആവണം. ഇനി നിന്നത് മതി, എല്ലാവരും പോവാൻ നോക്ക്. എന്തോ നടക്കുന്നുണ്ടളിയാ. കാറിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു നമ്മള്. വാതിലടിക്കുമ്പോ കുറ്റി ശരിക്കും ഇട്ടിട്ടുണ്ടോന്നൊക്കെ ഒന്ന് നോക്കണ്ടേട്ടാ. എല്ലാരും പുറത്തേക്ക് പോയ സന്തോഷത്തിലെ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു. ആവനി,
വീട്ടിലുള്ള എല്ലാവരും അവിടെ വെച്ച് തന്നെ ലഞ്ച് കഴിച്ചതുകൊണ്ട് ഡിന്നറിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് പോയി ഭക്ഷണം കഴിച്ചാലോ? വീട്ടിൽ ആരും ഇല്ലാതിരുന്നപ്പോ എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞത്. എല്ലാവരും ഇവിടെ എത്തിയപ്പോ നമുക്കിടയിൽ ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ അകന്ന് നിൽക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളതല്ലേ അവനി? അപ്പോ അങ്ങനെയുള്ള അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്നാണോ? ചേച്ചേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നവരെ ഇങ്ങനെ ഒരു അവസരങ്ങൾ കിട്ടുമ്പോ ഉപയോഗിക്കാന്ന് കരുതി പറഞ്ഞതാ. ജീവിതം എന്ന് പറഞ്ഞ ഒരു നാടകമാണെന്ന് പറയാറ്. എന്റെ ജീവിതം ശരിക്കും അങ്ങനെ തന്നെ ആയിപ്പോയി. ഇവിടെ വീട്ടിലും അവിടെ ഓഫീസിലും ഞാൻ അഭിനയിക്കുക. ഇവിടെ എല്ലാവരും നമ്മളെ സംശയിക്കുന്ന രീതിയും അമ്മയും അച്ഛനും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയെക്കുറിച്ചും വെറുതെ ഞാനൊന്ന് ആലോചിച്ച് നോക്കുകയായിരുന്നു. ഇതെല്ലാത്തിനും കാരണം സത്യം പറയാതിരിക്കുന്ന. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. നാളെ എല്ലാവരും മുരാരിപുരത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോകുകയല്ലേ. അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. ഭഗവാന്റെ സാന്നിധ്യത്തിൽ അവന് എന്റെ ഭാര്യയാണെന്ന് ഞാൻ പറയും. 2-3 തവണ ഉത്സവത്തിന്റെ സമയത്ത് അമ്പലത്തിൽ വെച്ച് ഞാൻ എല്ലാ സത്യങ്ങളും പറയാൻ ശ്രമിച്ചതാ. ഓരോ തടസ്സങ്ങൾ വന്ന് എല്ലാം കുളമായി. ഇത്തവണ ആ തടസ്സങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാൻ താൻ നന്നായി ഒന്ന് പ്രാർത്ഥിക്കാവനെ. ആ അമ്മയുടെയും ഭഗവാന്റെയും കൃപ ഇത്തവണയും നമുക്കുണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതിന്റെ ഫലം എന്താണെങ്കിലും അത് നേരിടാൻ ഞാൻ റെഡിയാണ് അവനി. ഈ കാർത്തിക മാസത്തിലെങ്കിലും താൻ എൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം നമ്മുടെ വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ അറിയിക്കണം എനിക്ക്. അവനി, ഉറപ്പായും ഞാൻ നാളെ സത്യം പറയും. താൻ ഈ ഒരു രാത്രി കൂടൊന്ന് ക്ഷമിക്കേ. എല്ലാവരും പറഞ്ഞ സമയത്ത് തന്നെ റെഡിയായല്ലോ. ഒരുപാട് സന്തോഷം. രാവിലെ തന്നെ നിന്ന് വഴക്ക് കേൾക്കണ്ടല്ലോ. അല്ല, ശ്രീകർ എവിടെ പോയി? ദാ വരുന്നുണ്ടല്ലോ. രണ്ടുപേരും ഇന്നലെ കല്യാണം കഴിഞ്ഞവരെ പോലെ ഒരുങ്ങിക്കെട്ടി വന്ന് നിൽക്കുന്ന കണ്ടില്ലേ?
ഇതുപോലെ തോന്നിവാസം പറയരുതെന്ന് പിന്നെയും എന്നെ കൊണ്ട് പറയിപ്പിക്കണം. ദയവ് ചെയ്ത് നാവൊന്ന് അടക്കി വെച്ചാൽ നന്നായിരുന്നു. വേദ, അവൻ പറയുന്നൊന്നും കാര്യാക്കണ്ട. നമുക്ക് ഇറങ്ങിയാലോ? ശരി അമ്മേ. അമ്മേ, എന്താ മോനെ? നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന അമ്പലത്തിൽ വെച്ച് എന്റെ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യം പറയാനുണ്ട് അമ്മേ. പ്രധാനപ്പെട്ട കാര്യം? ആ അതെ അമ്മേ. അത് പറയാൻ അവിടെ പോകുന്നത് എന്തിനാ? അതിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞാലും എന്താ കുഴപ്പം? ചില കാര്യങ്ങള് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ സാക്ഷിയാക്കി പറഞ്ഞ അതായിരിക്കും നല്ലത്. അതുകൊണ്ട് അവിടെ വെച്ച് പറയാമേ. ഇതിനൊക്കെ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ലോജിക് ഉണ്ടോ അതോ അതിലെന്തെങ്കിലും മാജിക് ഉണ്ടോ? ഇവൻ പറയുന്ന കേട്ടിട്ട് എനിക്കും എന്തോ പന്തികേട് തോന്നുന്നു. അതെന്താണെങ്കിലും ഇവിടെ വെച്ച് പറയാമമ്മേ. അമ്പലത്തിൽ വെച്ച് പറയാൻ അവൻ പറഞ്ഞതല്ലേ, പിന്നെന്താ തിരക്ക്? അവിടെ ചെന്നിട്ട് അവൻ പറഞ്ഞോളൂ. ഞാൻ പറയാൻ പോകുന്ന കാര്യം അമ്മ മനസ്സിലാക്കുന്നാണ് എന്റെ വിശ്വാസം. അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും മോനെ. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? നാളെ എല്ലാവരും മുരാരിപുരത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോകുകയല്ലേ? അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. ഭഗവാന്റെ സാന്നിധ്യത്തിൽ അവൻ എന്റെ ഭാര്യയാണെന്ന് ഞാൻ പറയും. എന്നാ ഇറങ്ങ പോവാൻ ചേട്ടാ. ശ്രീകർ ഇത്രയ്ക്ക് ബിൽഡപ്പ് തരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതെന്തെങ്കിലും ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കും. ഓരോ ആഘോഷത്തിനൊന്നും ഓരോ ട്വിസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഇത്തവണ എന്താ സംഭവിക്കുന്നു നോക്കാലോ. എന്റെ ശിവനെ, നിനക്കെന്തെങ്കിലും അറിയാമെങ്കിൽ എന്റെ ചെവിയിലൊന്ന് പറഞ്ഞേക്ക്. എന്താ നിങ്ങളൊന്നും ഇറങ്ങിയില്ലേ? ദേ ഇറങ്ങിയമ്മേ, ദേ വന്നേ. എന്താടാ ഭക്ഷണം പോലും കഴിക്കാതെ എന്താ ഈ ആലോചിക്കുന്നേ? അവണി ഓരോ സെക്കൻഡിലും ഓർമ്മ വരുന്നു ഡാഡി. ആ കുട്ടിക്ക് ഇനിയും പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നും കുറച്ച് സമയം വേണമെന്ന് നോക്കിയല്ലേ പറഞ്ഞത്? ആ റീസൺ എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നില്ല അമ്മേ. ഇനിയിപ്പോ അവൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? ഇഷ്ടമായില്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയാണെന്നൊന്നും കാരണം പറയില്ലല്ലോ. നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ലേ പറയൂ. അതും ഒരു സത്യം തന്നെയാ. അവളെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്താ പ്രോപ്പർ ആയിട്ടുള്ള കാരണം അറിയാൻ പറ്റിയാലോ? നമ്മൾ തിരക്ക് കൂട്ടുവാണെന്ന് അവര് വിചാരിച്ചാലും അതിൽ കുഴപ്പമില്ല. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്ക്. ഇന്ന് അവരെല്ലാവരും മുരാരിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞത്. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാച്ചാ. ശരിക്കുള്ള കാരണം അവിടെ നിന്ന് അറിയാലോ. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നോ? നമ്മുടെ മോനേക്കാളും വലുതല്ലല്ലോ വേറൊന്നും. നമുക്കൊന്ന് പോയിട്ട് വരാം. ശരി, എങ്കിൽ റെഡിയാകും, നമുക്ക് പോവാം. ഭഗവതി അമ്മ കുടുംബമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അവര് വന്നാൽ ഉടനെ തുടങ്ങാം.
അതാ എത്തിക്കഴിഞ്ഞല്ലോ. നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം തിരുമേനി. നാട്ടില് എല്ലാവരും സുഖായിരിക്കുന്നോ? എല്ലാം മഹാദേവന്റെ കടാക്ഷം. നിങ്ങളുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളുടെ കൈകൊണ്ട് കാർത്തിക മാസത്തിൽ തുടങ്ങേണ്ട അഭിഷേകങ്ങളൊക്കെ തുടങ്ങാം. എന്നാ വന്നോളൂ. സിസ്റ്ററെ, എന്താ ചേട്ടാ? എപ്പോഴും എന്തെങ്കിലും പ്ലാനറ്റൊക്കെ അല്ലേ വരാറ്. ഇത്തവണ ഒരു പ്ലാനും ഇല്ലാതെ വന്നിരിക്കുന്നു. നമ്മുടെ ശത്രുവിനെ എങ്ങനെയാ ഒന്ന് ടെൻഷനാക്കുക? അതേ ലാവണ്യ, ആ ആവനിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. ഏതെങ്കിലും ഒരു വിധത്തില് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്ക്. നമ്മുടെ പേര് പുറത്തു വരാതിരുന്നാ മതി. നിങ്ങൾ എന്തൊക്കെ ട്രൈ ചെയ്താലും അവസാനം കെണിയിൽ വീഴാൻ പോകുന്നത് നിങ്ങളാ. അതിന്റെ ആവശ്യമുണ്ടോ? ഇത്തവണ ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറല്ല ചേച്ചി. എല്ലാം പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക. ആവനിക്ക് അപമാനിതയാകാനാണ് വിധിയെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അല്ലെങ്കിൽ എല്ലാവർക്കും സമാധാനത്തോടെ വീട്ടിൽ പോം. നീയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നല്ലേ ചേച്ചി? ഇപ്പൊ നമ്മുടെ അവസ്ഥ അങ്ങനെയൊന്നാ. ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കഷൻ വേണ്ട. തനിക്ക് എന്തു പറ്റി? ഒന്നുമില്ലേട്ടാ. താൻ ടെൻഷൻ ആവണ്ട അവനി. എന്റെ തീരുമാനങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം ഉണ്ടായിരിക്കും. ഏതൊരു സ്ഥലത്തേക്ക് വന്നാലും നിങ്ങളുടെ അമ്മയെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. അമ്മയെ എല്ലാവരും ദൈവത്തെ പോലെ ആരാധിക്കുന്നുണ്ട്. ഇതൊരു വലിയ കാര്യമായിട്ടാ. ഇത്രയും കാലം കുടുംബത്തിന്റെ അഭിമാനം നോക്കിയ നമ്മുടെ കല്യാണക്കാര്യത്തെ പറ്റിയൊന്നും ഇവിടെ ആരോടും ഞാൻ പറയാതിരുന്നത്. ഇനിയും പക്ഷെ എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഈ ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാ സത്യവും പറയും. താൻ ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട അവനി. ഓം നമോ ഭഗവതേ രുദ്രായ. ഓം നമസ്തേ രുദ്രമന്യവഭൂതോ തൈഷഭേ നമഃ. നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുതരേ നമഃ. യാതയിഷു ശിവതമാ ശിവം ബഭൂവതേ ധനുഃ. ശിവാസരവ്യായാതവതയാ നോ രുദ്രമൃളയ. യാതേ രുദ്രശിവാതനോരഘോരാ പാപകാസിനി. തയാ നസ്തനുവാശന്തമയാ ഗിരിശന്ത. എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. അമ്മേ, ആദ്യം നിങ്ങൾ ശിവനുള്ള പാലഭിഷേകം നടത്തുക. മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞിട്ട് പാലങ്ങട് സമർപ്പിച്ചോളുക. എന്റെ മരുമകളായിട്ട് വരണമെന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നത്. ജാതകത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് എന്റെ ആഗ്രഹങ്ങളെല്ലാം വെറുതെ ആയിപ്പോയി. എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് ഒരു മരുമകളെ അയക്കണേ മഹാദേവ.
സ്പീക്കർ ऊर्ध्वं जिगातु भेषजं शन्नो अस्तु त्रिपदे शं चतुष्पदे ॐ शान्ति शान्ति शान्तिः सहस्रशीर्षः पुरुषः सहस्राक्ष सहस्रपाद